വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. ഇന്നലെ ഞാൻ നല്ല അടിപൊളി ഒരു ബീഫ് വരട്ട് കഴിച്ചു. നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഒരുപാട് ചെറിയുള്ളിയും കുരുമുളകൊക്കെ ഇട്ട് ഒരു ബീഫ് വരട്ട്. നമുക്ക് റെസിപ്പി നോക്കാം. നമ്മളിതിന് 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1.5 കിലോ ബീഫ് എടുക്കുമ്പോൾ നിങ്ങൾ 1/2 കിലോ ചെറിയുള്ളി എടുക്കണം. ഇത് നമ്മൾ കട്ട് ചെയ്യോ ചതയ്ക്കോ ഒന്നും വേണ്ട, ചെറിയുള്ളി അങ്ങനെ ഇടുക ചെയ്യുന്നത്. അപ്പോൾ 1.5 കിലോയ്ക്ക് 1/2 കിലോ തൊലി കളഞ്ഞ് ചെറിയുള്ളി അതുപോലെ അങ്ങ് ഇടാം. ഇനി നമ്മുടെ ബീഫിൻ്റെ മേലേക്ക് പച്ചമുളക് ഒരു 4-5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1.5 കിലോ ആണ് ബീഫ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ. ഉലുവ 1 ടീസ്പൂൺ. ഇനി പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. ഇനി നമ്മുടെ കുരുമുളക് പൊടി 2 ടീസ്പൂണാണ് നമ്മൾ കുരുമുളക് ഇടുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നും വഴറ്റുന്നില്ല അതിൽ, നമ്മളെല്ലാം അങ്ങനെ അങ്ങ് ഇടുക ചെയ്യുന്നത് ബീഫിൻ്റെ മേലേക്ക്. ഇനി നമ്മുടെ ഇതിലെ മെയിനായിട്ടായ ചെറിയുള്ളി, 1.5 കിലോ ബീഫാണെങ്കിൽ നിങ്ങൾ 1/2 കിലോ ചെറിയുള്ളി ജസ്റ്റ് തൊലി കളഞ്ഞ് കഴുകി അങ്ങനെ അങ്ങ് ഇടുക. ചതയ്ക്കേണ്ട, കട്ട് ചെയ്യണ്ട. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഒരു ചെറിയ ബൾബ് അല്ലെങ്കിൽ ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടും കൂടി ചതക്കിയത് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പ്രഷർ കുക്കർ മൂടി വെച്ച് നിങ്ങളുടെ ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് വിസിലടുപ്പിക്കാം. നമുക്കൊരു 4-5 വിസിൽ വേണ്ടി വന്നു. അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിറയെ ബീഫൊന്ന് വെള്ളം ഒന്നും ചേർക്കാതെ കുക്ക് ചെയ്തത്, പക്ഷേ ബീഫിന്ന് ഒത്തിരി വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത്, ഞങ്ങളതിൻ്റെ ഒരു പോർഷൻ മാത്രമേ കറിയാക്കിയിട്ടുള്ളൂ. നിങ്ങൾ മുഴുവൻ എടുക്കുകയാണെങ്കിൽ ഒരു 2 വലിയ ഉള്ളി 2 വലിയ തക്കാളി എടുക്കണം. അത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അത്യാവശ്യം വാടി വരുമ്പം നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മുഴുവൻ കറിയാക്കുകയാണെങ്കിൽ, മുഴുവൻ 1.5 കിലോ ബീഫിന് വേണമെങ്കിൽ 2 തക്കാളി വേണം. ഇനി നമ്മൾ അതിലോട്ട് നമ്മുടെ ബീഫ് കുറച്ചൊക്കെ വറ്റി വന്ന ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നും കൂടി ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് കുറുകി വരട്ടെ. ശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഇത്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും ഉലുവയും വറുത്ത് പിടിച്ച പൊടി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ കിടിലൻ ബീഫ് റോസ്റ്റ് പൊറോട്ടയുടെ കൂടെ അടാർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.